സമാധാന ചർച്ചയിൽ ഇറാന്റെ മറുപടി ഉടൻ വേണമെന്ന ട്രംപിന്റെ അന്ത്യശാസനത്തോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു ആശങ്ക ഉടലെടുത്തിട്ടുണ്ട്. അപ്പം ഹോർമുസ് കടലിടുക്കിൽ ചൈനീസ് എണ്ണക്കപ്പലും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിലെ അധികാരം അത് ആറ്റം ബോംബ് കൈവശമുള്ളതിന് തുല്യമെന്നാണ് ഇറാൻ പറയുന്നത്. എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു വിവരങ്ങൾ? പ്രവിത, വീണ്ടും ട്രംപ് അന്ത്യശാസനവും ഭീഷണിയുമായി വന്നിരിക്കുകയാണ്. പിന്നെ ട്രംപിന്റെ അന്ത്യശാസനത്തിന് ഇത്രയോ വിലയുള്ളൂ എന്നുള്ളത് 2 മാസമായിട്ട് നമ്മൾ കാണുന്നതാണ്. പക്ഷേ ഇത് ഇറാന് ഒരുപാട് കൺസെഷൻ കൊടുത്തു എന്ന രീതിയിലാണ് ട്രംപ് നിൽക്കുന്നത്. കാരണം അണുവായുധ ചർച്ച പിന്നീടാവാം, ബാലിസ്റ്റിക് മിസൈൽ യൂണിറ്റുകൾ ഉണ്ടാക്കുന്നത് സംബന്ധിച്ച ചർച്ച പിന്നീടാവാം. എന്തായാലും താൽക്കാലിക യുദ്ധവിരാമം എന്ന പേരിലാണ് ചർച്ചയിൽ അവസാനം എത്തി നിൽക്കുന്നത്. പക്ഷേ ഹോർമോസ് കടലിടുക്ക് തുറക്കണം എന്ന കാര്യത്തിൽ നിർബന്ധം പിടിച്ചിരിക്കുകയാണ് ട്രംപ്. എന്തായാലും അതിന് തയ്യാറാവുമോ ഇല്ലേ എന്നുള്ള ഈ മണിക്കൂറുകളിൽ അറിയാം. ടുനൈറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയിൽ ഇപ്പോൾ രാത്രിയായി. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് സംബന്ധിച്ചുള്ള തീരുമാനം ഇറാന്റെ ഭാഗത്ത് നിന്ന് ഏത് സമയവും വന്നേക്കാം. ഒരുപക്ഷെ ഇറാൻ ഇതിന് സമ്മതിക്കുകയാണെങ്കിൽ യുദ്ധം താൽക്കാലികമായിട്ട് നിർത്താനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ വെടിനിർത്തലിലൂടെ കടന്നു പോവുകയാണ്. അത് വലിയ ആശ്വാസമാകും. ഗൾഫ് രാജ്യങ്ങളടക്കമുള്ള സൗദിയും കുവൈറ്റും UAE അടക്കമുള്ള രാജ്യങ്ങളൊക്കെ ഇത് നിർബന്ധിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഈ ചർച്ചയിൽ സഹകരിക്കണമെന്ന് UAE പറഞ്ഞിരിക്കുന്നത് റഷ്യ തന്നെയാണ്. റഷ്യയുടെ വിദേശകാര്യമന്ത്രി ലാവ്റോവും UAE വിദേശകാര്യമന്ത്രിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി ആ തരത്തിലുള്ള ചർച്ചയ്ക്ക് സഹായിക്കണമെന്ന് റഷ്യയും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ UAE ആണ് ഇച്ചിരി സ്ട്രോങ് നിലപാടിൽ നിന്നത്. കാരണം അവരൊരുപാട് ആക്രമിച്ചു ഇറാൻ. അപ്പോൾ സൗദിയും ഖത്തറും കുവൈറ്റൊക്കെ ഇതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ആ തരത്തിൽ തീരുമാനമുണ്ടാവുമോ എന്ന് നമുക്കറിയില്ല. എന്തായാലും അതിൻ്റെ പശ്ചാത്തലത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ചൈനയുടെ എണ്ണക്കപ്പൽ ഇതാദ്യമായി ആക്രമിക്കപ്പെട്ടിരിക്കുന്നു ഹോർമുസ് കടലിടുക്കിൽ. ചൈനയെ സാധാരണക്കാരെ ആക്രമിക്കാനില്ല ഇറാൻ. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം 80% എണ്ണ ഇറാനിൽ നിന്ന് പോകുന്ന ചൈനയിലേക്കാണ്. അപ്പോൾ ചൈനയുടെ കപ്പൽ എന്ന് എഴുതി വെച്ച കപ്പലിന് നേരെ ആക്രമണം നടന്നു. ഹോർമുസ് കടലിടുക്ക് അടഞ്ഞുകിടപ്പാണ്. അതിലൂടെയാണ് ചൈനയുടെ എണ്ണക്കപ്പൽ വലിയ ധൈര്യത്തോടെ കടന്നുപോയത്. അതിന് നേരെ ആക്രമണം നടന്നു, തീയുണ്ടായി എന്നുള്ള വാർത്ത വരുന്നുണ്ട്. ഇത് പറഞ്ഞിരിക്കുന്നത് ചൈനീസ് മീഡിയ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം. അത് അമേരിക്ക വലിയ രീതിയിൽ എടുത്ത് കാണിക്കുന്നുണ്ട്. ചൈനയുടെ കപ്പൽ പോലും ആക്രമിക്കപ്പെട്ടു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.